നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം ആ മണ്ഡപത്തിൽ വെച്ച്, അതായത് ഇന്ന് ആലപ്പുഴയിലെ ശക്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആ വിവാഹം കഴിക്കേണ്ടവരായിരുന്നു ഈ ആവണിയും ആ ഷാരോണും. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ആവണി തൻ്റെ വീട്ടിൽ നിന്നും കോട്ടയത്തെ ഒരു ബൊട്ടിക്കിൽ ഒരുങ്ങുവാൻ വേണ്ടി പോകുന്നത്. ആ പോകുന്ന വഴിയിലാണ് കുമരകത്ത് വെച്ച് ഈ വാഹനം മറ്റൊരു മരത്തിലിടിച്ച് കയറുകയും അങ്ങനെ ഇവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ആവണിക്ക് ആ സ്പൈനലിനും ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഈ ലക്ഷറിലേക്ക് എത്തിച്ചത്. ലക്ഷറിലെത്തിച്ച് തുടർന്നാണ് ഇന്ന് വിവാഹം വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ബന്ധുക്കളും മറ്റുമൊക്കെ ഡോക്ടർമാരായിട്ട് കൂടിയാലോചിച്ചു. അപ്പോൾ ഡോക്ടർമാരാണ് പറഞ്ഞത് എങ്കിൽ ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ ആ മുഹൂർത്ത സമയത്തിൽ താലി കെട്ടാമെന്ന്. അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം ആശുപത്രിയും കൂടി അംഗീകരിച്ചതോടെ അവിടെ വെച്ച് അവരുടെ ആ സ്വപ്നം പൂവണിയുകയാണ്. സങ്കടത്തിൻ്റെയും അതേസമയം പൂർണ്ണമായും സന്തോഷത്തിൻ്റെ പൂർണ്ണമാണെന്ന് വെച്ചാൽ അല്ല, കാരണം ആശുപത്രിയിലാണ്. ആശുപത്രിയുടെ അവസ്ഥ മോശമായി കിടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ വധുവിന് താലി ചാർത്തേണ്ടി വരുന്നത്. അങ്ങനെ രണ്ടിനും ഇടയിലുള്ള ഒരു സന്ദർഭമാണ്. ഡോക്ടറുടെ പ്രതികരണം. ആക്ച്വലി അതൊരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആക്സിഡന്റ് ആണ്. പക്ഷേ വലിയ ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല. അപ്പോൾ അവർക്ക് കല്യാണമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതനുസരിച്ച് ആശുപത്രിയുടെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുട്ടി സ്റ്റേബിൾ ആണ്. പക്ഷേ നട്ടലിന് കുറച്ചൊരു സിവിയർ ആയിട്ടുള്ളൊരു ഫ്രാക്ചറും ഒരു ഇഞ്ചുറിയും ഉണ്ട്. അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണ്ടി വരും. അതെല്ലാം മംഗളകർമ്മം കഴിഞ്ഞു. ഇനിയുള്ള കാര്യത്തിലൊന്ന് റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവനെ ഇൻട്രാക്ട് ചെയ്തു. അവനക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, റിക്കവർ ചെയ്ത് വരിക എന്നുള്ള മാത്രമേ. അത് മാത്രമാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. ഡോക്ടർമാരോട് ഇൻട്രാക്ട് ചെയ്തു. ഡോക്ടർമാരെല്ലാം സപ്പോർട്ട് ചെയ്യാതെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ച് സ്കാനിങ്ങും ഒരു ഓപ്പറേഷൻ കൂടി വേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് ബെറ്റർ ആകുമെന്ന് ഞങ്ങളെല്ലാം വിചാരിക്കുന്നു. ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവിടെ ടീച്ചറാണ്. ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതായത് ഞങ്ങൾ ഒരുപാട് നാളത്തേക്കുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. സ്നേഹം. ഷാരോൺ അവിടുത്തെ ഒരു കോളേജിലെ ലെക്ചറാണ്. അതോടൊപ്പം തന്നെ ആവണി ആ സ്കൂളിലെ അധ്യാപികയാണ്. സ്വാഭാവികമായിട്ടും ഇത് അറേഞ്ച്ഡ് മാരേജ് കൂടിയാണ് രണ്ടുപേരും. പക്ഷേ ഈ അറേഞ്ച് ചെയ്ത ശേഷം പിന്നീട് ദീർഘനാളത്തെ പരിചയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ആവണിക്കൊപ്പം ചേർന്ന് നിൽക്കണം എന്ന ആ ഒരു കാര്യമാണ് ഷാരോൺ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നേ ദിവസം തന്നെ ഈ വിവാഹവും നടത്തണം എന്നൊരാഗ്രഹം കൂടി പങ്കുവച്ചത്. എന്തായാലും അവരുടെ ആഗ്രഹം പോലെ ആ വിവാഹം നടന്നു. അതേ സമയത്ത് തന്നെ അവിടെ ആ തുമ്പോളിയിലെ ആ ശക്തി ഓഡിറ്റോറിയത്തിൽ ഒരുക്കി അവിടെ ആളുകളൊക്കെ വന്നിരുന്നു. അവർക്കെല്ലാവർക്കും ഈ വിവാഹത്തിൻ്റെ സദ്യയും ഒക്കെ നൽകി. അങ്ങനെ അവർ ഏറെ മംഗളകരമായിട്ട് ഈ വിവാഹവും ആ കർമ്മവും ഒക്കെ നിർവഹിച്ചു.